മിശിഹായില് സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വാളപ്പറമ്പിൽ ബഹുമാനപ്പെട്ട മാർട്ടിൻ മാത്യു അച്ഛൻ പ്രഥമ ദീപബലി അനുഷ്ഠിക്കുന്ന അഭിഷേകം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലം ബഹുമാനപ്പെട്ട മാർട്ടിനച്ഛൻ ആഗ്രഹിച്ചതും ഒരുങ്ങിയതുമെല്ലാം ഈ ഒരു സുദിനത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ രണ്ടു പക്ഷമില്ല. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ബലിയർപ്പണം പൗരോഹിത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പൗരോഹിത്യമില്ലാതെ ബലിയർപ്പണമില്ല, ബലിയർപ്പണത്തിന് പൗരോഹിത്യം ആവശ്യവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, വിവിധ തര ബലിയർപ്പണങ്ങൾ നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. ഈ ചിന്തകളെല്ലാം തന്നെ ഈ പുതിയ നിയമ ബലിയർപ്പണത്തിലും വിസ്തുബാനയിലും നമുക്ക് വിവിധ തലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ബലികളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പൗരോഹിത്യത്തിലൂടെയാണ് ഈ ബലികൾ നിർവഹിക്കുക. പുരോഹിതനാണ് ഈ വിവിധ ബലികളെല്ലാം നിർവഹിക്കുന്നത്. എവിടുന്നാണ് ഈ പൗരോഹിത്യം കടന്നു വന്നത്? 2025 നമ്മൾ ആയിരിക്കുമ്പോൾ ഈ പൗരോഹിത്യം എവിടുന്ന് കടന്നു വന്നു, ആരിൽ നിന്ന് ആരംഭിച്ചു, ഇന്ന് എന്തുകൊണ്ട് ഈ പൗരോഹിത്യം ഇന്നും തുടരുന്നു എന്ന് ദൈവശാസ്ത്രപരമായിട്ടൊരു പക്ഷേ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മറ്റ് ചിന്തകളൊക്കെ നമുക്ക് അനുസ്മരണ സമ്മേളനത്തിൽ പറയാവുന്നതാണ്. പത്രോസിൻ്റെ കൂട്ടായ്മയിൽ ശിഷ്യന്മാരോട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ. 2 അടിസ്ഥാന ചിന്തകളാണ് പത്രോസ് പറഞ്ഞത്. 1, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. 2, നീ മിശിഹായാണ്. പത്രോസ് 2 കാര്യങ്ങളാണ് പ്രസ്താവിച്ചത്. 1, നീ ദൈവപുത്രനാണ്, അതായത് അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച, എന്ന് പിതാവുണ്ടോ അന്ന് പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ്, മുൻകൂട്ടിയുള്ള കർത്താവിൻ്റെ ജന്മത്തെ സൂചിപ്പിക്കുകയായിരുന്നു. 2ാമത് പത്രോസ് പറഞ്ഞത്, നീ മിശിഹായാണ്. യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് നീ. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം, അഭിഷിക്തൻ. പഴയ നിയമത്തിൽ 3 കൂട്ടരാണ് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നത്: പ്രവാചകന്മാരും, പുരോഹിതന്മാരും, രാജാക്കന്മാരും. യഹൂദജനം പ്രതീക്ഷിച്ചിരുന്നു ഏലിയായേക്കാൾ വലിയ പ്രവാചകൻ, അഹ്റോനേക്കാൾ വലിയ പുരോഹിതൻ, ദാവീദിനേക്കാൾ വലിയ രാജാവ് അവരുടെ ഇടയിൽ കടന്നു വരും, അവനാണ് മിശിഹ. ഈ മിശിഹായാണ് നസ്രത്തിലെ യേശു എന്ന് പത്രോസ് ഏറ്റുപറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ മിശിഹായാണ്. നീ ദൈവപുത്രനും അതേസമയം നീ അഭിഷിക്തനാണ്, മിശിഹായാണ്. യേശുവിനെ ഈ അഭിഷേകം എവിടുന്നാണ് ലഭിച്ചത്? അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ പിതാവിൽ നിന്നാണ് ഈ പരിശുദ്ധാത്മ അഭിഷേകം ദൈവപുത്രനായ യേശുവിന് ലഭിച്ചത്. അനാദിയിലെ പിതാവിൽ നിന്ന് അവൻ ജനിച്ചപ്പോൾ അവൻ നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമാണ്. അതുകൊണ്ട് യേശു പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ അഭിഷിക്തനായി, മിശിഹായായി, നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമാണ്. യേശു ദൈവത്തിൻ്റെ പുത്രൻ അനാദിയിൽ പിതാവിൽ നിന്ന് ജനിച്ചതിന് ശേഷം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ ആദാമിനെ മെനഞ്ഞുണ്ടാക്കി, തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം കൊടുക്കുകയാണ്. മിശിഹായ്ക്കുണ്ടായിരുന്ന, ദൈവത്തിനുണ്ടായിരുന്ന ഈ 3 ദൗത്യങ്ങൾ ആദത്തിന് നൽകുകയാണ്. നമ്മൾ പ്രത്യേകിച്ചും ദുഃഖവെള്ളിയാഴ്ചയുടെ 3-ാം മണിയുടെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. 3-ാം മണിയുടെ സമയത്ത് പർദീസായിൽ വെച്ച് ദൈവം അവനെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി വാഴിച്ചു. ആദത്തിന് ഈ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം നൽകിക്കൊണ്ട് അനാദിയിലെ ദൈവം ഈ 3 ത്രിവിധ ദൗത്യങ്ങൾ ആദത്തിന് നൽകുകയുണ്ടായി. എന്നാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ഈ അഭിഷേകം അവർക്ക് നഷ്ടപ്പെട്ടു, ഈ പ്രസാദവരം നഷ്ടപ്പെട്ടു, ഈ പരിശുദ്ധാത്മവരം നഷ്ടപ്പെട്ടു.
അതുകൊണ്ട് ആദത്തിന് ഈ പുരോഹിത ദൗത്യം, പ്രവാചക ദൗത്യം, ഈ രാജകീയ ദൗത്യം തുടരാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം ഈ ദൗത്യം തുടരുന്നതിന് വേണ്ടി പഴയ നിയമത്തിലൂടെ പദ്ധതി ഒരുക്കുകയാണ്. ദൈവം മോശയെ വിളിച്ച് സീനായ് മലയിൽ വെച്ച് ഈ 3 ദൗത്യങ്ങളും മോശയ്ക്ക് നൽകുകയാണ്. പട്ടംകൊടകൾ ശുശ്രൂഷയിൽ ഇപ്രകാരം നമ്മൾ ഗാനം ആലപിക്കുന്നുണ്ട്. സീനായ് മലമേലാഗതനായി കൈവപ്പേകി മൂശയ്ക്കായി, മൂശ തുടർന്നഹറോനേകി യൂഹാനോൻ വരെയും വന്നു. സീനായ് മലമേലാഗതനായി മോശയ്ക്ക് കൈവപ്പ് കൊടുത്തു. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ആദത്തിന് തുടരാൻ പറ്റാഞ്ഞത് ഭാഗികമായി മൂശയ്ക്ക് സീനായ് മലമേൽ വെച്ച് നൽകുകയാണ്. എന്തുകൊണ്ടാണ് ഭാഗികമായി നൽകിയത്? ആദാമിൻ്റെ സന്തതി പരമ്പര പാപത്തിനകപ്പെട്ടതായതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ഏൽക്കുവാൻ, സ്വീകരിക്കുവാൻ മോശയ്ക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഭാഗികമായിട്ടാണ് ഇത് നൽകിയത്. മോശ സീനായ് മലയിൽ വെച്ച് ഈ പുരോഹിത ദൗത്യം, പ്രവാചക രാജകീയ ദൗത്യം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. മോശ തുടർന്ന് അഹ്റോനേകി. അഹ്റോൻ മുതൽ യൂഹാനോൻ വരെ, യോഹന്നാൻ സ്നാപകൻ വരെ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിലനിൽക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ ദൈവപുത്രൻ യേശുമിശിഹ കടന്നു വരുന്നത് കണ്ടപ്പോൾ യഥാർത്ഥ പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും യോഹന്നാൻ സ്നാപകൻ കാണുകയാണ്. ജയ്ഗോ സാരൂഹ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ ഈ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ തനിക്ക് കിട്ടിയ ഈ ഭാഗികമായി കിട്ടിയ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം, മോശ മുതൽ തന്നിൽ വന്ന് അവശേഷിച്ച ഈ ത്രിവിധ ദൗത്യങ്ങൾ യഥാർത്ഥ പ്രവാചകനെയും പുരോഹിതനെയും രാജാവിനെയും കണ്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ തൻ്റെ കരങ്ങൾ യേശുവിൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ ഏൽപ്പിച്ചു എന്നാണ് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. വന്ധ്യാസുതന്റെ കരങ്ങൾ നിന്റെ ശിരസിന്മേൽ വെച്ചുകൊണ്ട് നീ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ വാങ്ങിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ നിന്നും പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു തിരികെ വാങ്ങിച്ചു. അതിനുശേഷം ജെറുസലേം ദേവാലയത്തിൽ ജന്തുക്കളെ കൊല്ലുന്ന ബലിയർപ്പണമില്ലാതായി, ചാരുമതർ ഇല്ലാതായി. പ്രവാചക പുരോഹിത ദൗത്യം എന്നേക്കുമായി ഇസ്രായേൽ ജനത്തിൽ നിന്നും നീക്കപ്പെട്ടു. കർത്താവ് യേശു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യോഹന്നാനിൽ നിന്നും തിരികെ വാങ്ങിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു യോഹന്നാനിൽ നിന്നും തിരികെ വാങ്ങിച്ച ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു മനുഷ്യാവതാരത്തിന് ശേഷം മനുഷ്യവംശത്തെ റെസ്റ്റോർ ചെയ്തതിന് ശേഷം, പുനരുദ്ധരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം സ്ഥാപിക്കുകയാണ്. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടെ ശിരസിന്മേൽ ഊതിക്കൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ശിഷ്യന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് പട്ടം കൊടുക്കൽ സമയത്ത് മെത്രാൻ ഈ അർത്ഥിയുടെ മേൽ, ശമാശന്മാരുടെ മേൽ ഏവങ്കല്യോൻ വെച്ചതിന് ശേഷം അവിടെ ശിരസിന്മേൽ ഊതുന്നത് ഇതിൻ്റെ പ്രതീകമായിട്ടാണ്. കർത്താവ് അപ്പസ്തോലന്മാർക്ക് പൗരോഹിത്യം നൽകിയത് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടെ ശിരസിൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പാപമോചനവും പൗരോഹിത്യവും ചേർന്നു പോകുന്നതാണ്. അങ്ങനെ യേശു അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ, ഭാഗികമായിട്ട് മോശയ്ക്ക് നൽകിയത് അതിൻ്റെ പൂർണ്ണതയിൽ അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. അപ്പസ്തോലന്മാര് തൻ്റെ പിൻഗാമികൾക്ക് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നൽകുകയാണ്. അങ്ങനെ അപ്പസ്തോലന്മാർ മെത്രാന്മാർക്കും തുടർന്ന് വൈദികർക്കും ഇന്ന് തലമുറയോളം ഇന്ന് നൽകപ്പെടുകയാണ്. മാർട്ടിനച്ചൻ കഴിഞ്ഞ ദിവസം സ്വീകരിച്ച പൗരോഹിത്യം യേശു അപ്പസ്തോലന്മാർക്ക് കൊടുത്ത ആ പൗരോഹിത്യത്തിൻ്റെ തുടർച്ച ഇന്ന് മാർട്ടിനച്ചൻ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മാമോദീസായിലും ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ശിശുവിന് നൽകുന്നുണ്ട്. നിങ്ങൾ പുരോഹിതഗണവും രാജകീയ വംശവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പൊതു പൗരോഹിത്യം, അതുപോലെ തന്നെ പ്രവാചക രാജകീയ ദൗത്യം ദൈവമക്കൾക്കെല്ലാം മാമോദീസായി നൽകുന്നുണ്ട്.
അതുകൊണ്ടാണ് മാമോദീസ സമയത്ത് കുഞ്ഞിൻ്റെ ശിരസിൽ പുരോഹിതൻ ഊതുന്നത്. എല്ലാ മക്കളും മാമോദീസായിലൂടെ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ശിരസിൽ ഊതിക്കൊണ്ട് ഈ പൊതുവായ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ദൈവമക്കൾക്കായിട്ട് നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ഈ പ്രഥമ ദിവ്യബലി കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ മലങ്കര കുർബാനയിലെ അതിമനോഹരമായ ഒരു പ്രതീകമാണ് പുരോഹിതൻ വിശ്രുബാന അർപ്പിക്കുമ്പോൾ 2 കാര്യത്തിന് ജനത്തിന് നേരെ തിരിയത്തുള്ളൂ. ബാക്കി സമയത്തെല്ലാം പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ജനവും പുരോഹിതനും ഒരേ ഡിറക്ഷനിലാണ് നിൽക്കുക. 2 കാര്യത്തിന് പുരോഹിതൻ ജനത്തിന് നേരെ തിരിയത്തുള്ളൂ. എന്തിനൊക്കെയായിരിക്കാം? വേദോത്സവം വായിക്കാൻ തിരിയും, പ്രസംഗിക്കാൻ തിരിയും, ആശീർവാദം കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ, വിശ്രുബാന കൊടുക്കാനൊക്കെ ജനത്തിന് നേരെ തിരിയും. പക്ഷേ 2 കാര്യത്തിനേ തിരിയത്തുള്ളൂ. പല പ്രാവശ്യം തിരിയും, പക്ഷേ 2 കാര്യത്തിനേ തിരിയത്തുള്ളൂ. എന്തിനാണ്? ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിലും തിരിയും, ദൈവത്തിന് വല്ലതും ജനത്തിന് കൊടുക്കാനുണ്ടെങ്കിലും. ദൈവത്തിന് ജനത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ദൈവത്തിന് ജനത്തിനെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയത്തുള്ളൂ. ദൈവത്തിന് പകരക്കാരനായിട്ട് ആ പുരോഹിതൻ നിൽക്കുക. ദൈവത്തിന് എന്തെങ്കിലും പറയാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയും. അല്ലാത്ത സമയങ്ങളിലെല്ലാം പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുക, ജനത്തിൻ്റെ പകരക്കാരനായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ് ദൈവജനത്തെ ഹൈക്കലായിൽ നിർത്തിയിട്ട് പുരോഹിതൻ മദ്ബഹായുടെ പടി കയറുമ്പോൾ, മോശ സീനായ് മലയിൽ കയറിയതിൻ്റെ പ്രതീകമാണ്. സീനായ് മലയിൽ കയറുമ്പോൾ ജനം സീനായ് മലയെ സ്പർശിക്കാതിരിക്കാൻ വേലുകെട്ടി തിരിച്ച്, അതുകൊണ്ടാണ് കെസ്ത്രൂമ അഴിക്കകം വേലുകെട്ടി തിരിച്ചിരിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ആരും പ്രവേശിക്കരുത്. അപ്പോൾ ജനത്തിന് പകരക്കാരനായി ജനത്തിനിടയിൽ നിന്നും ജനത്തിൻ്റെ സുഖദുഃഖങ്ങളും നൊമ്പരങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി മോശ സീനായ് മലയിൽ കയറി ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പോലെ ഓരോ പുരോഹിതനും വിശ്രുബാന മധ്യേ ജനത്തിൻ്റെ സുഖദുഃഖങ്ങൾ നൊമ്പരങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയും. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അരുളപ്പാടുകൾ, സമാധാനം, ആശീർവാദമൊക്കെ നൽകാൻ ജനത്തിന് നേരെ തിരിയും. ഒരേ സമയം ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന അതിമനോഹരമായൊരു ശുശ്രൂഷയാണ് പൗരോഹിത്യം. ഒരുപക്ഷേ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മഹാത്മാവ് തന്നെയാണ്. ഒരേ സമയം പുരോഹിതൻ ദൈവത്തിന് പകരക്കാരനാണ്, ജനത്തിനും പകരക്കാരനാണ്. ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കുന്ന അതിശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് കുർബാന മധ്യേ നാം അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, വഴക്കുണ്ടെങ്കിൽ, മൂന്നാമതൊരാളെ മധ്യസ്ഥനായിട്ട് വെക്കും. ആരെയാണ് വെക്കുന്ന മധ്യസ്ഥനായിട്ട്? 2 കൂട്ടർക്കും താല്പര്യമുള്ള ആളെ വെക്കത്തുള്ളൂ. 2 കൂട്ടരെയും ചൊവ്വനെ അറിയാവുന്ന, 2 കൂട്ടർക്കും സ്വീകാരനായ വ്യക്തിയാണ് മധ്യസ്ഥനാക്കുന്നത്. പുരോഹിതൻ ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യസ്ഥനാകുമ്പോൾ ദൈവത്തിനും ജനത്തിനും സ്വീകാരനായിരിക്കണം. ഒന്നാമതായിട്ട് ദൈവത്തിന് സ്വീകാരനായിരിക്കണം, ദൈവത്തെ അറിയുന്നവനായിരിക്കണം. ദൈവിക വെളിപാടുകൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ജനത്തിന് പങ്കുവയ്ക്കുവാൻ കഴിവുള്ളവനായിരിക്കണം പുരോഹിതൻ. ദൈവവുമായി അഭേദ്യം ബന്ധത്തിലായിരിക്കണം. ദൈവവുമായി നിരന്തരം ബന്ധത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവിനെ ജനത്തിന് കൊടുക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം പുരോഹിതൻ. നിരന്തരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയേണ്ടവനാണ് പുരോഹിതൻ. അതേസമയം തന്നെ പുരോഹിതൻ ജനത്തിന് പകരക്കാരനാകുമ്പോൾ ജനത്തിൻ്റെ സുഖദുഃഖങ്ങൾ അറിയുന്നവനാകണം, അവൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നവനാകണം. ഓരോ ഭവനത്തിൻ്റെയും നൊമ്പരങ്ങൾ മനസ്സിലാക്കി അതാണ് പുരോഹിതൻ തൻ്റെ പ്രാർത്ഥനയിൽ നിരന്തരം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പുരോഹിതൻ നമസ്കാരം കഴിഞ്ഞ് മദ്ബഹായിൽ കയറുമ്പോൾ ഇടവജനത്തിൻ്റെ മുഴുവൻ സുഖദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളും സ്വയം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ജനത്തിനു വേണ്ടി ഇടയിൽ നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില വൈദ്യരെക്കുറിച്ച് പറയാറുണ്ട്, അച്ഛൻ ഭയങ്കര ഭക്തനാണ്, ഒട്ടും മാനുഷിക ഗുണങ്ങളൊന്നും ഇല്ല, ഭയങ്കര ആത്മീയതയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, പക്ഷെ മനുഷ്യരോട് യാതൊരു ബന്ധവുമില്ല. ചില പള്ളി ചെല്ലുമ്പം പറയും അച്ഛൻ വളരെ നല്ല അച്ഛനാണ്, പക്ഷെ ആത്മീയത ഇല്ലെന്ന് പറയും. 2 കൂടി ചേർന്നാണ് പൗരോഹിത്യം. ഒരേ സമയം ദൈവത്തിൻ്റെ ഭാഷ അറിയാവുന്നവനും ജനത്തിൻ്റെ ഭാഷ അറിയാവുന്നവനും, ഒരേ സമയം ദൈവികനും മാനുഷികനും ഡിവൈൻ ക്വാളിറ്റീസും ഹ്യൂമൻ ക്വാളിറ്റീസും എല്ലാം ഒരുപോലെ
സംയോജിക്കപ്പെട്ട ഒരു പൗരോഹിത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ബഹുമാനപ്പെട്ട മാർട്ടിനച്ചൻ ഈ പ്രഥമ ദിവ്യബലി അനുഷ്ഠിക്കുമ്പോൾ അച്ഛൻ്റെ നിരന്തരമുള്ള ബലിയർപ്പണം ആ ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കാനുള്ളതാണ് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് പൗരോഹിത്യം ഉറകട്ട ഉപ്പായിട്ട് മനുഷ്യാൽ വലിച്ചെറിയപ്പെട്ട് വഴിയിൽ ചവിട്ടപ്പെടുന്നെങ്കിൽ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പരിമിതിയാണ്. ഒന്നുകിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മറന്നുപോകുന്ന പൗരോഹിത്യം, ഇല്ലെങ്കിൽ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ മറന്നുപോകുന്ന പൗരോഹിത്യം. മാർട്ടിനച്ചൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും അതിൻ്റെ നിറവിലായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ പൗരോഹിത്യം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാതാപിതാക്കളെ എനിക്കറിയാം, പ്രത്യേകിച്ച് പ്രഭയാൻറ്റി സുവിശേഷ സംഘത്തിൽ ഡൽഹിയിൽ വെച്ച് എൻ്റെ ക്ലാസ്സുകൾക്ക് വരികയും കൈവപ്പ് സ്വീകരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ കുടുംബവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധവും എൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ പൗരോഹിത്യം ദൈവജനത്തിനും സഭയ്ക്കും മുഴുവൻ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ശുശ്രൂഷയിൽ ദൈവം എപ്പോഴും കൂടിയായിരുന്ന് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്രൂഹാടെ തിരുനാമത്തിൽ തന്നെ. ആമേൻ.